ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി അനാമികയുടെയും അനിയുടെയും വിവാഹം നടക്കണം കേട്ടോ. അത് കഴിയുന്നതിനോടുകൂടി ജാനകിയുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വരികയാണ്. അനാമിക വരുമ്പോൾ നയനയും നവ്യയും ഒരു ചെറിയൊരു ഫാമിലിയിൽ നിന്നും വന്നതും അവർക്ക് സ്റ്റാറ്റസ് ഇല്ലാത്തവരും ആണ് എന്നുള്ള ഒരു തോന്നൽ ജാനകിക്കുള്ളിൽ വന്ന് തുടങ്ങണം കേട്ടോ. ഇതേ സമയം ജലജയുടെ സ്വഭാവം പോലെ തന്നെ ജാനകിക്കായി മാറണം കേട്ടോ. തൻ്റെ മരുമകൾ, തൻ്റെ മകൻ്റെ ഭാര്യ എന്തിനും ഏതിനും ഈ വീട്ടിൽ ഏറ്റവും വലുതായി നിൽക്കേണ്ടത്. അവൾ വലിയ തറവാടിയാണ്, നല്ലൊരു കുടുംബത്തിൽ നിന്ന് വന്നവളാണ് എന്നുള്ള ആ ഒരു തോന്നലൊക്കെ ജാനകിക്കുള്ളിൽ വരികയാണ് കേട്ടോ. എന്നാൽ ഈ സമയം അത് വരാനുള്ള കാരണം ദേവയാനി തന്നെയാണ്. ദേവയാനി പലപ്പോഴുമായും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു മരുമകളെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അത് അനാമിക പോലുള്ള മരുമകളാണ്. നല്ല തറവാടിയും തൻ്റെടിയും അതുപോലെ നല്ല വിദ്യാഭ്യാസവും ഒക്കെയുള്ള, പണവും പ്രതാപവും ഒക്കെയുള്ള ഒരു മരുമകളാണ് അനാമിക. അവൾ വന്നിട്ട് വേണം എനിക്കെൻ്റെ സ്വന്തം മരുമകളായി സ്നേഹിക്കാൻ എന്ന് ദേവയാനി പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഈ വാക്കുകൾ കേട്ട് അങ്ങ് ജാനകിയുടെയും ഉള്ളു മാറണം കേട്ടോ. വന്ന ഉടൻ തന്നെ ദേവയാനി നല്ല അനാമികയെ സ്നേഹിക്കുന്നുണ്ട്. നവ്യയെയും നയനയെയും അകറ്റി നിർത്തി സംസാരിക്കുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ ജാനകിയുടെ സ്വഭാവത്തിൽ മാറ്റം വന്ന് തുടങ്ങണം കേട്ടോ. അങ്ങനെ നവ്യയും നയനയും ഒന്നിനും പോരാത്തവരാണ് എന്നൊരു തോന്നൽ വന്ന് തുടങ്ങിയാണ്. എന്നാൽ അനാമികക്കുള്ളിലാണെങ്കിലോ എന്തിനും ഏതിനും ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിക്കും മറ്റാർക്കും നയന എന്ന ആ ഒരു സ്ഥാനം കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ തനിക്ക് തന്നെ വലിയ വെറുപ്പും ദേഷ്യവും ഒക്കെ അനാമികയ്ക്ക് വരികയാണ്. അങ്ങനെ അനാമിക ഇത് ജാനകിയോട് പറയുന്നുണ്ട് കേട്ടോ, ഈ വീട്ടിൽ എന്ത് പരിപാടിയുണ്ടെങ്കിലും മറ്റുള്ളവരൊന്നും ഈ വീട്ടിലെ മരുമക്കളല്ലേ, എന്തിനും ഏതിനും നയന മാത്രം എന്താ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇത് കേട്ട് ജലജ വരികയാണ്. ജലജ പറയും, ശരിയല്ലേ ജാനകി, നിന്റെ മരുമകൾക്ക് ഇവിടെ യാതൊരു സ്ഥാനവും കിട്ടുന്നില്ല, എന്നാൽ യാതൊരു സ്ഥാനവും വേണ്ടാത്തവർക്ക് നല്ല സ്ഥാനവും ഇവിടെ കൊടുക്കുന്നു എന്നും പറയുന്നു കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ജാനകിക്ക് പതുക്കെ പതുക്കെ മാറി തുടങ്ങാണ്. എന്നാൽ ഈ സമയം ജാനകി ഒരു ദിവസം നേരം വൈകി വരുന്നതിനെ തുടർന്ന് ജാനകി ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. പണ്ട് നീ നിൻ്റെ വീട്ടിൽ പോയിട്ട് ഇതുപോലെ ഒരു വഴക്കുണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി മേലിൽ ഇത് തുടർന്നാൽ ആരും കണ്ടു നിൽക്കില്ല. പണ്ട് ഞാൻ കൂട്ടുനിന്നിരുന്നു, ഇനി ഞാൻ കൂട്ടുനിൽക്കില്ല. നീ കാരണം ഈ ഒരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എൻ്റെ മരുമകളായ അനാമികക്ക് പോലും മോശമാണ് എന്ന് നയനയോട് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ അവിടുന്ന് അങ്ങോട്ടായിരിക്കും ദേവയാനിയിൽ ഒരു മാറ്റം വരുന്നത്. ദേവയാനിക്ക് അത് കേട്ട് നിൽക്കാൻ കഴിയില്ല കേട്ടോ. ദേവയാനി അങ്ങ് പൊട്ടിത്തെറിക്കാണ്. ദേവയാനി തൻ്റെ മരുമകളെ ഇവിടെ ആരും തന്നെ വഴക്ക് പറയേണ്ട, ഞാൻ എന്തും പറയും, അത് കേട്ട് മറ്റുള്ളവർക്ക് പറയാനുള്ളൊരു അവകാശമില്ല എന്ന് ദേവയാനി അങ്ങ് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം ഇതൊക്കെ കണ്ട് ആകെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ് ദേവയാനി. അതായത് ദേവയാനിയുടെ ആ മാറ്റം ഒട്ടും തന്നെ ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നില്ല കേട്ടോ. എന്നാൽ ഈ സമയം മുത്തശ്ശി ഒരു കാര്യവുമായി വരികയാണ്. മുത്തശ്ശി പറയാണ്, നമ്മുടെ വീട്ടിൽ ഒരു പൂജ വരുന്നുണ്ട് നയന, നീ തന്നെ ആ പൂജ ചെയ്യണം. അപ്പോൾ ഉടൻ തന്നെ ജാനകി പറയാണ്, എന്താണ് എന്തിനും ഏതിനും ഈ നയനയെ ഇടപെടുത്തുന്നത്, ഇവിടെ വേറെ മരുമക്കൾ ആരുമില്ലേ? അപ്പോഴേക്കും ജലജ അവിടെ മനഃപൂർവ്വം ഇടപെടുകയാണ്. ജലജ പറയും, നവ്യ ആണെങ്കിൽ ഗർഭിണിയാണ്, അവളെ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. എന്നാൽ നയന ഏതും ഇവിടെ ഏറ്റെടുക്കും, നയനയാണ് ഈ പറയുന്നത് പോലെ അനാമിക ചെയ്യട്ടെ എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഇത് ദേവയാനിക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ മുത്തശ്ശി പറയും, ഇവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട മരുമകൾ, മൂത്ത മരുമകൾ ആരാണോ അവളാണ്, നയനയാണ് ചെയ്യേണ്ടത്. നയനക്ക് പൂജയുടെ എല്ലാ കാര്യങ്ങളും അറിയാം, ചിട്ടവട്ടങ്ങളോട് കൂടി ചെയ്യും, അതിൽ യാതൊരു കുറവുമില്ല. അപ്പോൾ ഇത് കേൾക്കുന്ന ജാനകി, അതെന്താ എൻ്റെ മരുമകൾ ചെയ്താൽ കുഴപ്പം? അപ്പോഴേക്കും അനാമിക കുറച്ച് സംസാരം കൂടുതലുള്ള ആളാണല്ലോ. അപ്പോൾ അനാമിക പറയാം, എന്താ മുത്തശ്ശി, ഞാൻ ചെയ്താൽ പ്രശ്നമുണ്ടോ? അങ്ങനെ എല്ലാവരും നയന ചെയ്യേണ്ട എന്ന ഒരു വാക്കിലോട്ട് എത്തുന്നു കേട്ടോ. അപ്പോൾ ദേവയാനിക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് ദേവയാനി പറയാണ്, ആരെന്ത് പറഞ്ഞാലും ശരി, മൂത്ത മരുമകൾ ആരാണോ, നയനയല്ലേ ഈ വീടിൻ്റെ മൂത്ത മരുമകൾ, അവൾ ചെയ്യട്ടെ, അവൾ ചെയ്താൽ മതി. അവളാവുമ്പോൾ പൂജയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അവൾക്കറിയാം. അപ്പോൾ അവളും ആദർശം കൂടി ഒരുമിച്ചിരുന്ന് പൂജ ചെയ്യണമെന്നാണ് എൻ്റെയും ആഗ്രഹം. എൻ്റെ അടുത്തും ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കും ആഗ്രഹം അതാണ് എന്ന് പറയാനിട്ടോ. ഇതോടുകൂടി അനാമികക്കുള്ളിൽ പക കയറാണ്. എന്തിനും ഏതിനും അവൾ, എന്നാൽ ഈ പൂജയ്ക്ക് അവൾ ഇരിക്കാൻ പാടില്ല എന്നൊരു പക അനാമികക്കുള്ളിൽ കയറാനിട്ടോ. അങ്ങനെ മുത്തശ്ശി അനാമികയോട് പറയണേ, എന്നും ഇവിടെ എല്ലാം കൊണ്ടും സ്ഥാനം നയനക്കാണ്. കാരണം നയനയാണ് എല്ലാം അറിയുന്നവളും എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യാൻ കഴിവുള്ളൂ. അതുകൊണ്ടാട്ടോ അനാമിക, നീ ദേഷ്യമൊന്നും തോന്നണ്ട എന്ന് പറഞ്ഞ് അങ്ങ് പോയി. പക്ഷേ അനാമികക്ക് പണ്ടേ മറ്റുള്ളവരെ കൂടുതൽ സ്നേഹിക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അനി പോലും ഒരാളോട് സംസാരിക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അനാമികക്ക് വൈരാഗ്യമാവുകയാണ്. അങ്ങനെ ആ പൂജ അടുത്തും കൊണ്ടിരിക്കുകയാണ്. പൂജയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആദർശം നയനയും കൂടി ചെയ്യുന്ന സമയത്ത്
പെട്ടെന്ന് ഒരു ഫോൺ കോൾ ഇങ്ങനെ നയനക്ക് വരികയാണ് കേട്ടോ. അപ്പം നയന ആ ഫോൺ എടുക്കണം. ഹലോ, ഇത് നയനയല്ലേ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ആ ഇത് ഞാനാണ്, അത് ഒരു ആക്സിഡൻറ്റ് കേസ് പറയാനാണ്. അപ്പോഴേക്കും ആദർശ് നയനയുടെ ആ നിൽപ്പ് കാണുമ്പോൾ എന്ത് പറ്റി നയന എന്ന് ചോദിച്ച് ആദർശ് വരികയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങളുടെ അനിയത്തിയാണോ നിങ്ങൾ നന്ദു? ആ അതെ എൻ്റെ അനിയത്തിയാണ്. എന്നാൽ അവർക്കാണ് ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ നയനയുടെ ഫോൺ ഇങ്ങനെ ലൗഡിലിടുന്നുണ്ട്. അപ്പോൾ അത് ആദർശം കേൾക്കുന്നുണ്ട്. അങ്ങനെ എവിടെ ഏത് ഹോസ്പിറ്റലിൽ എന്ന് ആദർശ് ചോദിക്കാണ്. അപ്പോൾ ഉടൻ തന്നെ പറയാണ് ഇന്ന ഹോസ്പിറ്റലിൽ അവൾ ഉണ്ട് എന്ന് പറയാനിട്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന നയനക്ക് ആകെ ടെൻഷനാവാണ്. അയ്യോ എൻ്റെ അനിയത്തി, എനിക്കിനി ഒന്നും നോക്കാനില്ല, ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് ഈ വീട്ടിലെല്ലാവരോടും പറയണ്ടേ. അപ്പം നയന പറയാണ് ആരോടും പറയണ്ട, ഞാൻ മാത്രം പോയിക്കോളാം, ആദർശത്തെ ഇവിടെ കൈകാര്യം ചെയ്യണം, പൂജയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, എൻ്റെ അനിയത്തിയെ ഞാൻ പോയി നോക്കട്ടെ, അവൾക്ക് എന്ത് ആക്സിഡൻ്റാണ് പറ്റിയതെന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ട് എനിക്ക് വീട്ടിലുള്ളവരെ അറിയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉടൻ തന്നെ നവ്യയെ അറിയിക്കണ്ടേ എന്ന് ആദർശ് ചോദിക്കുമ്പോൾ വേണ്ട, എൻ്റെ ചേച്ചിയെ ഇപ്പോൾ അറിയിക്കണ്ട, ചേച്ചി ഒരു പ്രഗ്നൻ്റ് ആണ്, ഇതറിഞ്ഞ ചേച്ചിക്ക് താങ്ങില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൂജ നടന്നോട്ടെ, ഇതിനൊരു മുടക്കവും വരുത്താൻ പാടില്ലെന്ന് പറയണം കേട്ടോ. അങ്ങനെ പെട്ടെന്ന് അങ്ങ് നയന അവിടെ നിന്നും ഇറങ്ങാണ്. പിന്നീട് നയന ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ എത്തുകയാണ്. അവിടെ ചെല്ലുമ്പോൾ നന്ദു എന്ന് പറയുന്ന ഒരാളെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടോ, ഈ ഹോസ്പിറ്റലിലോട്ടാണ് കൊണ്ടുവന്നത്, ഒരു ആക്സിഡൻറ്റ് കേസ്. അപ്പോൾ അവർ പറയാണ് ഇന്നൊരു ആക്സിഡൻറ്റ് കേസ് പോലും ഇവിടെ വന്നിട്ടില്ല, നന്ദു എന്ന് പറയുന്ന ആളുമില്ല. അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ റെക്കോർഡ്സ് എടുത്ത് നോക്കൂ, ഇല്ലെന്ന് കുട്ടി നിന്നോട് പറഞ്ഞല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഈശ്വര ആ ഫോൺ കോളിലോട്ടാണെങ്കിലും ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് നയനെ വിളിച്ചു നോക്കുമ്പോൾ ആ ഫോണ് റിങ് ചെയ്യുന്നില്ല, അത് സ്വിച്ച് ഓഫ് ആയി കാണിക്കുന്നു. അങ്ങനെ നയന എന്താണ് ഈശ്വര അവിടെ സംഭവിച്ചത്, എൻ്റെ അനിയത്തിക്ക് എന്താ പറ്റിയത്, ആ ഹോസ്പിറ്റലല്ലേ ഇനി പറഞ്ഞിട്ടുണ്ടാവുക, ഇത് തന്നെ എന്ന് ആവർത്തിച്ച് നയന പറയുന്നു കേട്ടോ. അപ്പോഴായിരിക്കും ഒരു സിസ്റ്റർ മുന്നിലൂടെ കടന്നു പോകുന്നത്. അങ്ങനെ നയന ആ സിസ്റ്ററോട് ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ആ സിസ്റ്റർ പറയാണ് ഇങ്ങനെ ഒരാൾ ഇവിടെ അഡ്മിറ്റായി വന്നിട്ടില്ല കുട്ടി, ഇന്നിവിടെ ഒരു ആക്സിഡൻറ്റ് കേസ് വന്നിട്ടില്ല എന്ന് പറയാം കേട്ടോ. എന്നാൽ ഈ സമയം ആദർശിനെ വിളിച്ചു നോക്കുകയാണ് നയന. അപ്പോഴും ആദർശ് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഇവിടെയാണെങ്കിലോ പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുന്നു. പൂജയുടെ സമയമായി, പൂജയ്ക്ക് നയനയെ കാണുന്നില്ല. അങ്ങനെ ദേവയാനി ചോദിക്കുകയാണ് എവിടെ ആദർശ് നയന. അപ്പോൾ ഉടൻ തന്നെ ആദർശിന് അവിടെ മറുപടി പറയാൻ കഴിയുന്നില്ല, തപ്പിപ്പിടിക്കുന്നു. അപ്പോൾ ഉടൻ ജലജ എന്താ ആദർശിന് എനിക്ക് പറഞ്ഞത് കേൾക്കുന്നില്ലേ, നയനയാണ് മുത്തശ്ശി എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചത്, പിന്നെ ഇനി എവിടെ പോയി ആദർശ് നയന. അപ്പോൾ ഉടൻ തന്നെ അവിടെ ഒന്നും പറയാനാവാതെ ആദർശ് നിൽക്കുന്നു കേട്ടോ. അപ്പോൾ മുത്തശ്ശി അവിടെ സംസാരിക്കുകയാണ്. മോനെ ആദർശേ, നിന്നോടല്ലേ ചോദിച്ചത്, എവിടെ പോയി നയന, നീ എന്താ പറയാത്തത്? അപ്പോഴും മിണ്ടുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ ദേവയാനി എന്താടാ നീ ഇങ്ങനെ മൗനം പാലിച്ച് നിൽക്കുന്നത്, കാര്യം പറയടാ എന്ന് ദേവയാനി പറയുമ്പോൾ ആദർശ് പറയണേ അമ്മേ നയന ഇവിടെ ഇല്ല, അവള് ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പുറത്തു പോയിരിക്കുകയാണ്. എന്ത് അത്യാവശ്യ കാര്യം, ഈ പൂജയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണോ? അല്ല, പൂജയുടെ സാധനങ്ങൾ മേടിക്കാനല്ല, പിന്നെ എന്തിനു വേണ്ടി എന്നങ്ങ് പറഞ്ഞ് ചൂടാവുമ്പോൾ ജാനകി പറയാണ് അല്ലെങ്കിലും അമ്മക്കും മറ്റുള്ളവർക്കും അവളെ കുറച്ച് തലയിൽ കയറ്റൽ കൂടുതലാണ്, അതുകൊണ്ടാണ് ഈ പൂജ അവൾ മുടക്കാൻ നോക്കിയത്. ഈ വീട്ടിൽ എത്ര പേരുണ്ട്, എന്ത് പോവുകയാണെങ്കിലും എല്ലാവരും കൂടി പറഞ്ഞു പോയിക്കൂടെ, എന്താണ് ആദർശിനോട് മാത്രം പറഞ്ഞിരിക്കുന്നത്, കള്ളത്തരം മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ ജാനകി കുറ്റപ്പെടുത്തി പറയുമ്പോൾ ദേവയാനിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. അങ്ങനെ ദേവയാനി ആദർശിനോട് ചോദിക്കുകയാണ് ആദർശ് നിന്നോടല്ലേ ചോദിച്ചത്, എവിടെ എന്തിനാണ് അവൾ പോയിക്കുന്നത്, കാര്യം നീ പറയടാ എന്ന് പറയുമ്പോൾ ആദർശ് പറയണേ അവളുടെ അനിയത്തി നന്ദുവിന് ഒരു ആക്സിഡൻറ്റ് പറ്റിയിരിക്കുന്നു, അവള് അവിടോട്ട് പോയിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന നവ്യ ആകെ ഞെട്ടി നിൽക്കണം. എന്താ ഈ പറയുന്നത്, എൻ്റെ അനിയത്തിക്കോ? അപ്പോൾ ഉടൻ തന്നെ ഈ ദേവയാനി ചോദിക്കും എന്നിട്ടാടോ നീ ഇത് മറച്ചു വെച്ചിരിക്കുന്നത്, എന്നിട്ട് എന്താടാ നീ ഇത് പറയാത്തത്? അത് ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പൂജ നടക്കില്ല, ആ പൂജക്ക് ഒരു കോട്ടവും തട്ടാൻ പാടില്ല, മുത്തശ്ശി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച പൂജയാണ്, അത് നടക്കേണ്ടേ? അപ്പോഴേക്കും നവ്യ അവിടെ എൻ്റെ അനിയത്തിക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഇത് തന്നെയാണ് നയന പറയാതിരുന്നത്, നവ്യ ഗർഭിണിയാണ്, അവളെ അറിയിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഷോക്കാവും, അതുകൊണ്ടാണ് പറയാതിരുന്നത്. അപ്പോൾ ഉടൻ തന്നെ ദേവയാനി ആദർശിനോട് ചോദിക്കും എടാ പൂജ എന്ന് പറയുന്നത് പിന്നെയും നടത്താം, എന്നാൽ ഒരാൾക്ക് അപകടം പറ്റിയ ഒരാൾ ക്രിട്ടിക്കലായി ഒരു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നീ അവളെ തനിയെ വിടാവൂടാ, അവൾ നിന്റെ ഭാര്യയല്ലേ, നീ എന്താടാ കാട്ടുന്നത്, പൂജയേക്കാൾ വലുതല്ലതാ അവൾ പോയത്, അവളുടെ കൂടെ നീ പോണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ജാനകിയും അതുപോലെ അനാമികയും അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം ജലജയ്ക്ക് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല. അങ്ങനെ പൂജയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാണ്. അപ്പോൾ അവിടെ ജാനകി പറയാണ് പോയവർ പോയി, അവൾ പോയി പൂജയ്ക്ക്, അപ്പോൾ അവൾക്ക് പൂജയുടെ വിലയില്ല, അപ്പോൾ അതുകൊണ്ട് എൻ്റെ മരുമകളായ അനാമിക ചെയ്യട്ടെ എന്നങ്ങ് പറയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ
അവിടെ മുത്തശ്ശി പറയാണ്, ഇല്ല ഇതൊരു കൂട്ടുകുടുംബമാണ്, അത് ചെയ്യാൻ നയനയും വേണം എന്ന് പറയുമ്പോൾ അവിടെ ദേവിയാനി പറയാണ്, ഞാനാണ് ഈ വീട്ടിലെ മൂത്ത മരുമകൾ, അതുകൊണ്ട് തന്നെ എൻ്റെ മരുമകൾ ഇവിടെ ഉള്ളപ്പോൾ ചെയ്താൽ മതി ഈ പൂജ. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണ് ആദർശവും നയനയും കൂടി ഈ പൂജ ചെയ്യണമെന്ന്. അപ്പോൾ അത് കേൾക്കുന്ന ജാനകി പറയാ, എന്താണ് മരുമകൾ ഇവിടെ ഇല്ലല്ലോ, അവൾ തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലേ, അതിനൊരു കാരണമുണ്ട്, ഈ പൂജ എപ്പോഴും ചെയ്യുക, അവൾ വന്നിട്ട് ഇനി ചെയ്താൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശിനും അന്തിമ തീരുമാനം പറയാണ്, അവൾ വന്നിട്ട് ചെയ്താൽ മതി എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം നയനയാണെങ്കിൽ ആദർശിനെ വിളിച്ചത് കിട്ടാത്തതുകൊണ്ട് തന്നെ തൻ്റെ അമ്മ കനകത്തിന് വിളിച്ച് വിവരങ്ങൾ അറിയിക്കാൻ ഒരുങ്ങാണ്. അപ്പോൾ അമ്മയുടെ മുന്നിൽ അമ്മയെ നമ്മുടെ നവ്യ, നമ്മുടെ നന്ദു എന്നൊക്കെ പറയാൻ ഒരുങ്ങുമ്പോൾ, നന്ദു ഇവിടെ ഉണ്ടടി, ഈ ഇരിക്കുന്നു നന്ദു എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി ആകെ അങ്ങ് ഞെട്ടിപ്പോവാണ് നയന. തന്നെ ആരോ കബളിപ്പിച്ചതാണ് എന്നുള്ള സത്യം നയന മനസ്സിലാക്കാണ്. അങ്ങനെ നയന പെട്ടെന്ന് അവിടെ നിന്നും ഇറങ്ങാൻ കേട്ടോ. എന്നാൽ ഈ സമയം നയനയെ കാണാത്തത് കൊണ്ട് തന്നെ വീട്ടിലെല്ലാവരും ആകെ ടെൻഷനായിട്ടുണ്ട്. ആ ടെൻഷൻ കൊണ്ട് എങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നയന കയറി വരുന്നത്. അപ്പോൾ അത് കയറി വരുമ്പോൾ അവിടെ ജലജങ്ങ് ചൂടാവുകയാണ്. അപ്പോൾ അവിടെ ദേവയാനി പറയും, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ. അപ്പോഴേക്കും ദേവയാനി ചോദിക്കുകയാണ്, നീ എങ്ങോട്ടാണ് നയന പോയത്, നീ എന്താ ഇങ്ങനെ ആരോടും ഒന്നും പറയാതെ എന്തിനാ പോയത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ആദർശ് ഇടപെടാണ്. ആദർശ് പറയും, പോയ കാര്യം എന്തായി അമ്മേ, അങ്ങനെയല്ലേ ചോദിക്കേണ്ടത്, ഒരിക്കലും ഇങ്ങനെ ചോദിക്കാൻ പാടില്ല, എന്തായി എന്ന് ചോദിക്കുമെന്ന് പറയണ്ട. അങ്ങനെ നയന എന്തായി പോയ കാര്യം, നിൻ്റെ അനിയത്തിക്ക് എങ്ങനെയുണ്ടെന്ന് പറയുമ്പോൾ നയന എല്ലാ കാര്യങ്ങളും പറയാണ്. എന്നെ ആരോ പറ്റിച്ചതാണ്, മനഃപൂർവ്വം കബളിപ്പിച്ചതാണ് ഈ ഫോൺ കോളുമായി. അപ്പോഴേക്കും ജാനകി ഇടപെടുകയാണ്, പച്ചക്കള്ളം പറയുന്നു, എന്നും കള്ളത്തരങ്ങളെ ഇവർക്ക് അറിയുള്ളൂ എന്ന് ജാനകി പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ ആദർശ് പറയും, ഞാൻ ഒപ്പമുണ്ടായിരുന്നു, ഞാനും കൂടി കേട്ടതാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, ഇനി എന്തായാലും നയന വന്നല്ലോ, പൂജ മുടക്കേണ്ട, പൂജാരി പോയിട്ടില്ല, പൂജ കാര്യങ്ങളൊക്കെ ഒരുങ്ങിയിരിക്കുന്നു, എന്നാൽ പൂജ ചെയ്യുക. ഇത് കേൾക്കുന്ന അനാമിക അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഈശ്വരോ, ഞാൻ ഇവള് പൂജയ്ക്ക് കയറാതിരിക്കാനും ഈ കിളവിത്തള്ള എന്നോട് പൂജ ചെയ്യേണ്ട എന്ന് പറഞ്ഞതിനും ഒരു തിരിച്ചടി കൊടുത്തപ്പോൾ അവൾ തന്നെ ഇനി പൂജ ചെയ്യുന്നു. അപ്പോഴേക്കും ദേവയാനി, നീ എന്താ നോക്കി നിൽക്കുന്നു, വാ പൂജ ചെയ്യാമെന്ന് പറഞ്ഞ് ദേവയാനി തൻ്റെ മരുമകളായി അംഗീകരിച്ച് തുടങ്ങുകയാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ദേവയാനി ഉള്ളറിഞ്ഞ് തന്നെ നയനയെ സ്നേഹിക്കുകയാണ്. അത് അനാമികയെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ മരുമകളെ മറ്റുള്ളവർ പറയുന്നത് ദേവയാനിക്ക് കേട്ട് നിൽക്കാൻ കഴിയില്ല കേട്ടോ.